നോർക്ക കെയറിന്റെ രണ്ടാം ഘട്ട എൻറോൾമെന്റിനും പരിഷ്കരിച്ച നോർക്ക കെയർ പ്ലസ് പദ്ധതിക്കും മലപ്പുറത്ത് തുടക്കമായി. പി ശ്രീരാമകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവാസി കേരളീയർക്കായുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. നോർക്ക കെയർ പ്ലസ് മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ ലോഞ്ചിങ്ങും പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. നോർക്ക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരി ഓൺലൈനായി സംസാരിച്ചു. നോർക്ക കെയർ ആദ്യഘട്ട എൻറോൾമെന്റിൽ 1,32,000 പ്രവാസി കേരളീയ കുടുംബങ്ങളാണ് എൻറോൾ ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. നോർക്ക കെയറിന്റെ വിപുലീകരിച്ച പദ്ധതിയാണ് നോർക്ക കെയർ പ്ലസ്. പ്രവാസികൾക്ക് 1 കോടി രൂപ വരെയുള്ള പരിരക്ഷയുമായാണ് നോർക്ക കെയർ പ്ലസ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള പോളിസികളിൽ പോളിസി ഉടമയുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ 80 വയസ്സുവരെയുള്ള മാതാപിതാക്കളെയും ഉൾപ്പെടുത്താനാവും. നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ ഉല്ലാസ് കൃഷ്ണൻ ചടങ്ങിൽ ഓൺലൈനായി സ്വാഗതം പറഞ്ഞു. നോർക്ക റൂട്ട്സ് കോഴിക്കോട് സെൻറ്റർ മാനേജർ സി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.